എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കുട്ടപ്പനെ മാമൻ അടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ എന്നെ എവിടേക്കാണ് വിളിച്ചോണ്ട് പോകുന്നത്? നമ്മൾ ഓൾറെഡി 2 സ്റ്റെപ്സ് കഴിഞ്ഞില്ലേ, മൂന്നാമത്തത് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോരെ എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോൾ, വേണ്ട വേണ്ട, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പോകുന്ന വഴിക്ക് നിനക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മാമൻ ഒരു ബലൂൺ എടുത്ത് കുട്ടപ്പന് കാണിച്ചു കൊടുക്കും. ആദ്യം നമ്മുടെ മാമനാവട്ടെ ബലൂണിലുള്ള വെള്ളം റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. രണ്ടാമതായിട്ട് പവർ ഉപയോഗിച്ചുകൊണ്ട് അത് പൊട്ടിത്തെറിപ്പിച്ചു. ഇനി നീ ഈ ബലൂണിൽ നോക്കി നിൽക്കണമെന്ന് പറഞ്ഞ് മാമൻ ബലൂൺ എടുത്ത് കൈ പിടിക്കുമ്പോൾ കുട്ടപ്പൻ കുറെ നേരം നോക്കി നിന്ന് ഒടുവിൽ മടുത്തിട്ട്, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ ഇങ്ങനെ വെറുതെ ബലൂൺ പിടിച്ചോണ്ട് നിൽക്കാൻ? നിങ്ങൾ വേണേ പിടിച്ചോ, പക്ഷെ നോക്കാൻ എന്നെ കിട്ടില്ല എന്ന് കുട്ടപ്പൻ പറയും. മാമൻ പെട്ടെന്ന് ആളുടെ അപ്പുറത്തെ കയ്യില് ഒരു പ്രത്യേക പവർ കാണിച്ചു കൊടുക്കും. ഇതേ പവർ തന്നെയാണ് ഈ ബലൂണിന്റെ ഉള്ളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നീ ഇത് നോക്കി അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണമെന്ന് മാമൻ കുട്ടപ്പനോട് പറയുമ്പോൾ നമ്മുടെ കുട്ടപ്പനാവട്ടെ വണ്ടറടിച്ച് അത് നോക്കി നിൽക്കും. കുട്ടപ്പൻ ബലൂൺ ശ്രദ്ധിക്കുമ്പോൾ അതിൽ അമ്മാവൻ ഒരേപോലെ സ്പീഡും അതുപോലെ തന്നെ ചക്ര പവറും കൊടുക്കുന്നതായിട്ട് കാണും. അതായത് ഫസ്റ്റും സെക്കൻഡും സ്റ്റെപ്പ് ഒരുമിച്ച് ചെയ്യുന്നത് പോലെ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഒരു ബോൾ എടുത്ത് അതുപോലെ ചെയ്യാൻ തുടങ്ങും. അപ്പൊ മാമൻ പറയും, അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നിട്ട് നീ ഇതാണോ മനസ്സിലാക്കി വെച്ചത്? നീ ഇതുവരെ പഠിച്ചത് ഫസ്റ്റും സെക്കൻഡും സ്റ്റെപ്പ് മാത്രമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് നീ പഠിക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ മേലെ ഒരു പ്രത്യേക ചിഹ്നം വരയ്ക്കും. അത് കണ്ട് കുട്ടപ്പന്റെ കണ്ണ് തള്ളുമ്പോ, അത് മാത്രമല്ല നിന്നെ കൊണ്ട് ഇതുപോലെയും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് മരത്തില് ഒരു ദ്വാരം തന്നെ ഉണ്ടാക്കും. ആക്ച്വലി ഈ ഒരു പവർ ഒരു കുഞ്ഞ് റിമോട്ട് പോലെയാണ്. നിന്റെ കൈകൾ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന അഡാറ് പവർ. ഇത് നിനക്ക് ഒരുപാട് ഉപയോഗമാവും. നിന്റെ കൈ വെച്ചുകൊണ്ട് എത്ര പവർ നിനക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് ഉപയോഗിക്കാം. കുട്ടപ്പൻ ഡബിൾ ഹാപ്പി ആയിട്ട് തീർച്ചയായിട്ടും ഇത് ഞാൻ പഠിച്ചെടുക്കുമെന്ന് പറയും. കുട്ടപ്പൻ ബലൂൺ എടുത്ത് അത് ബാലൻസ് ചെയ്ത് കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അത് കൺട്രോൾ തെറ്റി അവന്റെ കയ്യിൽ നിന്ന് പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആക്ച്വലി അത് സ്പിൻ ആവുമ്പോൾ കൺട്രോൾ ചെയ്യണം. സ്പിന്നിങ്ങിന്റെ എഡ്ജസ് ഷാർപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നീ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറയും. ഇപ്പൊ അവനെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ഒരിക്കലും കുട്ടപ്പനെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാവില്ല. നമ്മുടെ കുട്ടപ്പൻ അപ്പോഴായിരിക്കും തിരിച്ചറിയുക ഈ ഒരു സ്റ്റെപ്പ് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന്. എ റാങ്കിലല്ല നിഞ്ചാസ് പോലും ഇത് വളരെയധികം കഷ്ടപ്പെട്ട് മാത്രമാണ് ചെയ്യുക. ഓക്കെ മതി, ഞാൻ നിനക്ക് 3rd സ്റ്റെപ്പും പറഞ്ഞു തന്നു, നമുക്കിനി എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ അപ്പൊ കുട്ടപ്പൻ, പക്ഷെ ഞാൻ ഈ ജിപ്സു അത് മുഴുവനായിട്ടും പഠിച്ചില്ല, എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഉപയോഗമായിരിക്കുമെന്ന് കുട്ടപ്പൻ പറയുമ്പോൾ മാമൻ, നമ്മൾ ഓൾറെഡി ഒരുപാട് ലേറ്റ് ആണ്, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. നീ ഇപ്പൊ തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ടയേർഡാണ്, ഇനിയും സമയം കളയാൻ എനിക്കാവില്ലെന്ന് പറഞ്ഞ് മാമൻ നടക്കാൻ തുടങ്ങും. പാവം കുട്ടപ്പൻ സാഡായിട്ട് വേറെ വഴിയില്ലാതെ മാമന്റെ പിന്നാലെ പോവും. കട്ട് ചെയ്ത ഗ്രാമത്തില് ഒരു പ്രത്യേക സ്ഥലത്ത് വലിയ പുക കാണും. അത് മറ്റൊന്നുമല്ല, ഗാറയും ഒറോച്ചിമാറും കൂടെ വലിയൊരു കോട്ട അടിച്ചു തകർത്തതാണ്. ഇവിടെ ഒറോച്ചിമാറും സുനയും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തറപ്പിച്ച് നോക്കുമ്പോ സുനയാവട്ടെ, ഒരുപാട് കാലായി ഞാൻ നിന്നെ കണ്ടിട്ട്, ആ പഴയ ഓർമ്മകള് എന്നിലേക്ക് കൊണ്ടുവരാനാണോ? സത്യം പറയ്, എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് ഒറോച്ചിമാറും ആവട്ടെ, എനിക്ക് നിന്റെ സഹായം ആവശ്യമാണെന്ന് പറയും. അവന്റെ ഹാർട്ട് ബീറ്റും ബോഡിയിലെ ഫീവറും കൈയും എല്ലാം കാണുമ്പോ അവക്ക് മനസ്സിലാവും അവനെന്തോ 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്, അത് നേരെയാക്കാനാണ് എന്റെ അടുത്തേക്ക് വന്നതെന്ന്. എന്നെ തീർച്ചയായിട്ടും നീ സഹായിക്കണമെന്ന് ഒറോച്ചിമാറു വീണ്ടും പറയുമ്പോ അതിന് ടെൻഷനായിട്ട് നമ്മുടെ പെങ്കൊച്ച്, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിപ്പോ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാറില്ല എന്ന് അവൾ മുഖത്ത് നോക്കി പറയും. യഥാർത്ഥത്തിൽ അവൾക്ക് മാത്രമേ ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയൂ. ലെജൻഡറി ലെവലിലുള്ള ഡോക്ടേഴ്സിന്റെ ഡയറക്ടറാണ് അവള്. ഇതൊരിക്കലും ഒരു നോർമൽ ഫൈറ്റിലൂടെ സംഭവിച്ചതല്ല, ഒരു സ്പെഷ്യൽ നിഞ്ച സീലിംഗ് ആണ്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അവൾ ചോദിക്കുമ്പോ ഞാൻ 3rd ഹോക്കാകെ കൊന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചുവെന്ന് പറയുമ്പോ പെങ്കൊച്ച് ഷോക്കായിട്ട്, വാട്ട്, നീ അവനെ കൊന്നു കളഞ്ഞോ ചോദിക്കുമ്പോ നമ്മുടെ വില്ലനാവട്ടെ, ഇത് തീർച്ചയായിട്ടും നീ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, നിനക്കിഷ്ടപ്പെട്ട 2 പേരെയും ഞാൻ ഇല്ലാതാക്കിയെന്ന് പറയുമ്പോ 1 മിനിറ്റ് കബൂട്ടോ പോലും ഒന്ന് ഷോക്കാവും. അപ്പൊ സുനേനയുടെ കൂടെയുള്ളവള് ചാടി വീണ് അടിക്കാൻ ശ്രമിക്കുമ്പോ കബൂട്ടോ ആവട്ടെ അവളെ നൈസായിട്ട് തട്ടിയിടും. അവള് കബൂട്ടോയെ പിന്നെയും പിടിച്ചു വലിച്ച് കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ വെക്കും. ഇത് കണ്ട് ഒറോച്ചിമാറു പോലും ഷോക്കാവുമ്പോ നമ്മുടെ പെണ്ണാവട്ടെ, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇപ്പൊ തന്നെ ഓടിക്കോ, അല്ലെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ ഒറോച്ചിമാറുവിന് യാതൊരു കുലുക്കം ഉണ്ടാവൂല.
അവൾ അവളുടെ കൈയെടുത്ത് അവിടെ ചുമരില് ആഞ്ഞൊരു അടി അടിക്കുമ്പോ ആ അടിയില് ആ ബിൽഡിംഗ് തന്നെ തകർന്നു പോവും. കബൂട്ടോ അവളുടെ പവർ കണ്ട് ഷോക്കായി പോവും. പക്ഷെ ഒറോച്ചിമാറുവിന്റെ മുഖത്ത് മാത്രം യാതൊരു ഭാവവ്യത്യാസവും കാണൂല. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ മാമനാവട്ടെ അവളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. അവക്ക് ഭയങ്കര വാശിയാണ്. അവൾ എന്ത് വിചാരിച്ചാലും അത് നടത്തിയെടുക്കും. പക്ഷെ നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇതൊന്നും കേൾക്കാതെ ബലൂൺ വീണ്ടും വീണ്ടും പൊട്ടിച്ചുകൊണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടും നടന്നു വരും. കുട്ടപ്പൻ അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് വീഴുന്നുണ്ട്. മാമനാവട്ടെ നിന്റെ കോക്കാച്ചി കളി നിർത്തി, നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോ കുട്ടപ്പന് കലിപ്പടിച്ച്, നീ എന്റെ ഹാർഡ് വർക്ക് കണ്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് നീ എന്റെ ഇൻസ്റ്റാഗ്രാം പേജെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? അതിന് മാമൻ കലിപ്പടിച്ച്, ഇപ്പൊ എനിക്ക് വലുത് സുനൈനയാണ്, അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് മാമൻ മുൻപോട്ട് നടക്കുമ്പോ കുട്ടപ്പന് മനസ്സിലാവും അവൾ ആള് ചില്ലറക്കാരിയല്ലെന്ന്. ജിറയ്ക്ക് ഇപ്പോഴും അവൾ ഈ പട്ടണത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. കട്ട് ചെയ്താ ഇവിടെ രണ്ട് ടീമും വമ്പൻ ആയുധമൊക്കെ എടുത്തുകൊണ്ട് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കബൂട്ട ചാടിക്കേറി, ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല, ഒരു നെഗോസിയേഷൻ സംസാരിക്കാനാണ്, എങ്ങനെയെങ്കിലും നീ ഞങ്ങളെ സഹായിച്ചേ തീരുകയുള്ളൂ എന്ന് അവൻ പറയുമ്പോ, എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ ഇപ്പൊ തന്നെ ഓടിക്കോ അല്ലെങ്കിൽ എന്റെ വിധം മാറുന്നു പറയുമ്പോ കബൂട്ടോ വീണ്ടും, പ്ലീസ് ആന്റി ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്ക്. നോ നോ നോ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് ഓടിക്കുമെന്ന് തന്നെ ആന്റി മറുപടി പറയും. കബൂട്ടോ അവളുടെ കാല് പിടിച്ച് കെഞ്ചാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും ഒറോച്ചിമാറുവിനെ നീ രക്ഷിക്കണം, അവന്റെ കൈ എന്ത് വില കൊടുത്തും നീ പഴയതുപോലെ ആക്കിത്തരണം, അതിന് നിനക്ക് ആവശ്യമായിട്ടുള്ളത് എന്ത് ഞാൻ തരാൻ തയ്യാറാണെന്ന് കബൂട്ടോ പറയും. ഞാൻ 5 വരെ എണ്ണും, അതിനു മുൻപ് നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ തീർത്ത് കളയെന്ന് പറയുമ്പോ കബൂട്ടോ വീണ്ടും, പ്ലീസ് 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 ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കണം. നമ്മുടെ ആന്റി അത് മൈൻഡ് പോലും ചെയ്യാതെ 5 4 3 2 1 എന്ന് പറഞ്ഞ് അവരെ അടിച്ചു തെറിപ്പിക്കാനായിട്ട് പറന്നു വരുമ്പോ സഡൻ ആയിട്ട് ഒറോച്ചിമാറും ആവട്ടെ, തീർച്ചയായിട്ടും നീ എന്നെ സഹായിച്ചാല് നിന്റെ അച്ഛനെയും അനിയനെയും എന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിനക്ക് തരാം. അവൾ 1 മിനിറ്റ് ചിന്തിച്ചിട്ട് അവൾക്ക് ആകെയുള്ള ആശ്വാസം അവളുടെ പാരൻസ് മാത്രമാണ്. അവൾക്ക് അവളുടെ വീട്ടുകാരെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഡീലാണോ എന്ന് ഒറോച്ചിമാർ ചോദിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയാന്നറിയാതെ നമ്മുടെ പെങ്കുച്ച് 1 മിനിറ്റ് സ്റ്റെക്കായി പോകും. കട്ട് ചെയ്താ നമ്മുടെ ജിറയ മാമൻ ആ ഗ്രാമം മുഴുവൻ അലഞ്ഞ് അവളുടെ ഫോട്ടോ കാണിച്ച് ഒരു ചുന്ദരി പെണ്ണ്, മുൻകോപക്കാരി എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. കുട്ടപ്പൻ എങ്ങനെയെങ്കിലും 3rd സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബലൂൺ വെച്ച് കളിക്കുമ്പോ അവിടെ വേറൊരു കളി കളിക്കാനായിട്ട് കുട്ടപ്പനെ വിളിക്കും. ബ്ലഡി ഫൂൾ, നീ കരുതും പോലെ ഞാനിവിടെ പന്ത് വെച്ച് കളിക്കുകയല്ല, ഇത് വലിയൊരു സീക്രട്ടാണ്, എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയുമ്പോ നമ്മുടെ കളിക്കാരൻ ചേട്ടനാവട്ടെ അതിലും വലിയ കളിയാണ് ഇവിടെ ഉള്ളത്, നീ ബലൂൺ തൂക്കിയെറിഞ്ഞ് ആമ്പിള്ളാരെ പോലെ എന്റെ കൂടെ കളിക്കാൻ വായോ എന്ന് പറയുമ്പോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പൻ മുഖം തിരിക്കുമ്പോ ഇവിടെ മാമനാവട്ടെ അവിടെയുള്ള വേറൊരാളോട് ഇവളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. അപ്പൊ അയാൾ മാമനോട് പറയും, ഇതൊരു കളിയാണ്, ഈ കളിയില് നീ ജയിക്കുകയാണെങ്കിൽ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ തരാം, അതല്ല മറിച്ച് തോക്കുകയാണെങ്കിൽ 1000 രൂപയും. കേൾക്കേണ്ട താമസം നമ്മുടെ മാമനാവട്ടെ കോലം കക്ഷമായിട്ട് ആലോചിച്ചിട്ട് ഒരു ഈവൻ നമ്പർ അങ്ങോട്ട് പറയും. പക്ഷെ മാമന്റെ നല്ല സമയത്തിന് വീണത് ഓടി നമ്പറും. അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ കുട്ടപ്പനാവട്ടെ അവിടെ ബോള് പട്ടപൊട്ടാന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ പവറിൽ ഓടി നമ്പർ ഈവൻ നമ്പറായിട്ട് മാറും. വാവ്, താങ്ക്സ് കുട്ടപ്പ എന്ന് പറഞ്ഞ് ഇൻഫർമേഷനും കളക്ട് ചെയ്ത് അവര് വീണ്ടും യാത്ര തുടരും. വീണ്ടും വഴിനീളെ നടന്ന് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോ ഒരമ്മാമയാവട്ടെ കുട്ടപ്പനെ മാടി വിളിക്കും, ലോട്ടോ കളിക്കൂ, വലിയ പണക്കാരനാകൂന്ന് അമ്മൂമ്മ പറയുമ്പോ കുട്ടപ്പൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. കാരണം ഈ ഒരു ഗെയിം നമ്മുടെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് പേഴ്സ് ഫുള്ളാക്കി അവർ വീണ്ടും അന്വേഷണം ആരംഭിക്കും. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവൾ ഒരിക്കലും ഇവിടം വിട്ടു പോയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും കോട്ടയുടെ മുകളിൽ കയറി നോക്കുകയാണെങ്കിൽ അവളെ കണ്ടെത്താൻ കഴിയുമെന്നും പറഞ്ഞ് കോട്ട ലക്ഷ്യമാക്കി നടക്കും. കട്ട് ചെയ്താ നമ്മുടെ ആന്റിക്ക് അവളുടെ അച്ഛനെയും ആങ്ങളെ ഓർത്ത് ഒരുപാട് വിഷമം ഉണ്ടാവും. അവരെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് നിനക്ക് എന്താണ് നേട്ടമെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാരാവട്ടെ കോട്ടയ്ക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്. കട്ട് ചെയ്താ ഒറോച്ചിമാറും ആവട്ടെ നിന്റെ അച്ഛനെയും അനിയനെയും കൊണ്ടുവന്നിട്ട് ഞാൻ ആ ലീഫ് വില്ലേജ് തന്നെ തകർത്ത് കളയെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.